തിരുവനന്തപുരം നഗരൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. അമ്മയുടെ സുഹൃത്താണ് അറസ്റ്റിലായത്. 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സുനിഷ അയ്യലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുനിഷ, ഞെട്ടിപ്പിക്കുന്നതാണ്, അതിനോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ് പീഡിപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്തവരാണ് ഇതിൽ പ്രതിപട്ടികയിലുമുള്ളത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതുതന്നെയാണ്, തിരുവനന്തപുരം നഗരൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുകാരിക്കാണ് ഇത്തരത്തിലൊരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതാണ് പ്രധാനമായും. നിലവിൽ ഇപ്പോൾ 6 പേരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ 13 വയസ്സുകാരിയുടെ ഈ അമ്മയുടെ മാതാവിൻ്റെ സുഹൃത്താണ് പ്രതിയായിരിക്കുന്നത് എന്നതാണ്. ഇയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നഗരൂർ പോലീസാണ് ഈ വിഷയത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ 6 പേരിൽ ഒരാൾ നേരത്തെ തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം 4 പേരുണ്ട്. ആ 4 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. അവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ, അതായത് സ്കൂളിൽ നിന്നും കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ പീഡനം നടന്ന വിവരം പെൺകുട്ടി പുറത്തു പറയാൻ തയ്യാറാകുന്നത് എന്നതാണ്. പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിരന്തരമായി പല കാലഘട്ടങ്ങളിലായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പെൺകുട്ടി തന്നെയാണ് ഈ 6 പേരുടെയും പേര് വിവരങ്ങൾ പറഞ്ഞത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ 6 പേരെയും തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അങ്ങനെ പെൺകുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 6 പേരിലേക്കും അന്വേഷണം നീളുകയും പിന്നാലെ തന്നെ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയും 4 പേരെ ഈ 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. സുനിഷ, ഇത് എത്ര നാളായി? ഇതിന് പരാതി വന്നത് ഈയിടെ ആയിരിക്കാം, പക്ഷേ എത്ര നാളായി നിരന്തരം പീഡിപ്പിക്കുന്നു എന്ന് പെൺകുട്ടി പറയുമ്പോൾ സ്വാഭാവികമായും ഇത് ഏറെ നാളായി നടക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പെൺകുട്ടി പോലീസിന് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ടോ? നേരിട്ട് പരാതിയിലേക്ക് കടക്കുകയായിരുന്നു, അതല്ല മറ്റേതെങ്കിലും കൗൺസിലിങ്ങിലോ മറ്റോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണോ നടപടികളിലേക്ക് എത്തിയത്? അപർണ, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നൊരു കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി ഇത്തരം വിവരങ്ങൾ പറഞ്ഞത് എന്നതാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ്. പോലീസ് പറയുന്നത് പൂർണ്ണമായും പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിട്ടില്ല. പക്ഷേ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പേരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ അപർണ പറഞ്ഞതുപോലെ ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണ് എന്നതൊക്കെ തന്നെയും വിശദമായി അറിയേണ്ടതുണ്ട്. ഇതിൽ പ്രധാന പ്രതിയായി വന്നിരിക്കുന്നത് അമ്മയുടെ സുഹൃത്തു കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ എവിടെ വെച്ചാണ്, ഏത് തരത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ 4 പ്രതികൾ അവർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അത് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇവരെ നിലവിൽ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ 13 വയസ്സുകാരിയുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിക്കൊണ്ട്, വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണ വിവരങ്ങൾ തേടുക എന്നത് തന്നെയാണ് പോലീസ് നിലവിൽ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വരുന്നത് എന്നതാണ്. പെൺകുട്ടി കൗൺസിലിങ്ങിനിടയിൽ പറയുന്നു. അങ്ങനെയാണ് ഈ പോലീസിലേക്ക് ഈ വിവരം എത്തുന്നത്. അങ്ങനെ പെൺകുട്ടി പറഞ്ഞ ആളുകളുടെ അടിസ്ഥാനത്തിൽ അവരിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള പീഡനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഏതായാലും പെൺകുട്ടിയുടെയും ഒപ്പം തന്നെ ഈ പ്രതികളുടെയും അടക്കം പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പെൺകുട്ടിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അറിയുമായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ്. അതിനടുത്ത ദിവസങ്ങളിൽ പോലീസ് കടക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അപർണ, അതീവ ഗുരുതരം, അതീവ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. തിരുവനന്തപുരം നഗരൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത. അതിൽ ഒരാളാണ് അറസ്റ്റായിട്ടുള്ളത്. മറ്റ് 4 പേർ, മറ്റുള്ള പ്രതികൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും അമ്മയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്.